അതന്നെ 1.5 കൊല്ലത്തിന് ശേഷം എൻ്റെ റിവെഞ്ച് എടുക്കാൻ ഞാനിവിടെ വന്ന്. റിവെഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് റിവെഞ്ച് അല്ല, ഇതൊരു ചെറിയ റിവെഞ്ചാണ്. ഞാനൊരു സമയത്ത് ആമസോണിൽ വാൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിരുന്നു, അറൗണ്ട് 6 months. അപ്പോൾ ഞാൻ നന്നായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ഒരു ഇഷ്യൂ കാരണം എന്നെ അവിടെ നിന്ന് പുറത്താക്കി. മറ്റൊന്നും കൊണ്ടല്ല, അതേ ചില പ്രൊഡക്റ്റ് ആമസോണിൽ നമ്മൾ ഇപ്പോൾ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺ നമ്മൾ ഒരു കസ്റ്റമർ കൈമാറുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ID ചോദിക്കേണ്ട ഒരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് തോന്നണം കസ്റ്റമർ 18 വയസ്സിന് മുകളിൽ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ID ചോദിക്കേണ്ടതെന്നാണ് ശരിക്കും നിയമത്തിൽ. പക്ഷേ ആമസോണിൻ്റെ റൂൾ പ്രകാരം എല്ലാവരും ID ചോദിക്കണം എന്നാണ്. അത് എത്ര വയസ്സായ ആൾക്കാരായാലും പോലും ID ചോദിക്കുന്നതാണ്. ചില സമയത്ത് നമ്മൾ നാണം കിടും. അവർ ചോദിക്കും എന്നെ കണ്ടാൽ തോന്നൂല, ഇത്ര വയസ്സായി തോന്നില്ല എന്നൊക്കെ പറയും. ബിക്കോസ് നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചോദിക്കണം. അപ്പോൾ ഏതോ സാഹചര്യത്തിൽ ഞാൻ ഏതോ കസ്റ്റമറുടെ അടുത്ത് ID ചോദിച്ചില്ല എന്ന് പറഞ്ഞ പേരും പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പുറത്താക്കി. എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് അസ്ലം ഒരു ഇഷ്യൂ വാണിംഗ് വന്നിട്ടുണ്ട്, അപ്പോൾ ഇനിയും പോലെ നാളെ ജോലിക്ക് വരാമെന്ന് പറഞ്ഞു. വെറും ID ചോദിച്ചില്ല എന്ന് പറഞ്ഞ പേരും കൊണ്ടാണ് നമ്മളവിടെ പുറത്താക്കിയത്. നമ്മൾ കൊടുത്ത കസ്റ്റമർ എന്തായാലും 18 വയസ്സ് മുകളിലുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുത്തിരുന്നത് എന്തായാലും. എന്ത് ചെയ്യാൻ, ഒക്കെ എൻ്റെ വിധി എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ മാനേജർക്ക് ഒരുപാട് കാര്യം പറഞ്ഞിരുന്നതാണ്, പക്ഷേ ഒരു രക്ഷ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൻ്റെ താഴെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ആമസോണിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ആമസോണിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പോയിരിക്കുന്നത് അന്ന് പുറത്താക്കിയ ആ സെൻട്രേക്കാണ്, DLU2 എന്നാണ്, അതിൽ ലൂട്ടൻ എന്നുള്ളൊരു സ്ഥലമാണത്. ഞാനന്ന് വാൻ ഓടിച്ച സമയത്തൊക്കെ ഇവിടെ ഒരുപാട് ട്രക്സ് വരായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഇവിടെ ട്രക്കും കൊണ്ട് വരാമെന്നൊക്കെ. പുറത്താക്കി പോകുന്ന റിവെഞ്ച് കൂടി എന്നാണ് ഇവിടേക്ക് തിരിച്ചൊരു ട്രക്കായിട്ട് വരാൻ പറ്റാന്നൊക്കെ. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് കാലം എൻ്റെ അടുത്ത് തന്നെ വന്ന് ഡയറക്റ്റ് ആമസോണിൻ്റെ പണിയും കിട്ടി. നമുക്ക് 1.5 വർഷത്തിന് ശേഷം നമ്മുടെ വീണ്ടും ട്രക്കായിട്ട് നമ്മൾ ഒരു കളക്ഷൻ എടുക്കാൻ വേണ്ടി വന്നേക്കണം. ഈ DLU2 എന്ന് പറഞ്ഞ വെയർ ഹൗസിൽ നമുക്ക് പിക്കപ്പിൽ കളക്ഷൻ കിട്ടാറില്ല, കാരണം നമ്മുടെ ലൂട്ടിന് തന്നെ ഈ സാധനം പ്രവർത്തിക്കുന്നത്. എന്തോ ഒരു ഭാഗത്ത് എനിക്ക് അവിടെ നിന്ന് ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ ഫോണിൽ ഇന്ന സ്ഥലത്തേക്കാണ് ഡെലിവറി എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എത്ര വേണ്ടി നമ്മുടെ എത്തിയാൽ മതി എന്നായിരുന്നു. ടൈം ഏകദേശം ഒരു 11:30 ആയിരുന്നു എനിക്ക് ഡെലിവറി ഉണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഡെലിവറിയിലും കളക്ഷൻ കിട്ടേണ്ടത് കാലത്ത് കിട്ടണം എന്നാണ്. കാലത്ത് ഒരു 8:30 9 o'clock ആകുമ്പോൾ നമുക്ക് അവിടെ ആ സമയത്ത് ആമസോണിൻ്റെ വാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാറ്. ആ സമയത്ത് നമ്മുടെ പഴയ മാനേജേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ മുമ്പിൽ കൂടെ നടക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതൊക്കെ നടക്കുന്നു തോന്നണില്ല. ഈ സൺഡേൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 10 o'clock ആണ്. സാധാരണ എപ്പോഴും വർക്ക് സ്റ്റാർട്ട് ചെയ്യാറ് 6 o'clock സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ എനിക്കൊരു 2 o'clock 3 o'clock ആകുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റും. പക്ഷെ ഇന്ന് 10 o'clock വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പേരിൽ എനിക്ക് ഇന്ന് 8 o'clock വരെ പണി ഉണ്ടായിരുന്നു. DLU2 എത്തിയപ്പോൾ തന്നെ 1.5 മണിക്കൂർ അവിടെ പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ കിട്ടിയ അങ്ങനെ കിടന്നുറങ്ങാന്ന്, കസേരിക്കുന്ന പോലെ കിടന്നുറങ്ങാന്ന്. കാരണം ചെറിയൊരു ഡ്രൈവേഴ്സിൻ്റെ ലോഞ്ചായിരുന്നു. സാധാരണ ചില വെയർഹൗസിലൊക്കെ കുറേ സ്പേസ് ഉണ്ടാവും, പക്ഷെ ഇവിടെ ചെറിയൊരു വെയർഹൗസിൻ്റെ സ്പേസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് കളക്ഷനും കഴിഞ്ഞ് പിന്നെ അടുത്ത സ്ഥലത്ത് പോയി നമ്മുടെ പുതിയ ഡെലിവറി എടുത്ത് പിന്നെ ആ ഡെലിവറി കൊണ്ട് ഓൺ ദ വേയിൽ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. മൊത്തത്തിലൊരു 4 hours ഡ്രൈവ് ഉണ്ടായുള്ളൂ. പക്ഷേ നമുക്ക് വർക്കിംഗ് ടൈം 12 hours ആണ്. പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് ലക്ഷ്യം വെച്ചിട്ട് പിന്നെ അലക്ക് പെട